We are getting deeper. Let me explain. Day 8 of building a virtual election game as a newbie. സ്പ്രൈറ്റ് ഉണ്ടാക്കി കളർ കൊടുത്ത് ഗെയിം ലേഔട്ട് സെറ്റാക്കി. ഇനി അതൊക്കെ ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്ന് ആനിമേറ്റ് ചെയ്യലാണ് ടാസ്ക്. ഞങ്ങൾ ഫ്ലട്ടർ ആണല്ലോ ഗെയിം ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് ആദ്യം പറയാം. ഫ്ലട്ടറിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഗെയിം ബിൽഡ് ചെയ്യാം. ഒന്നിക്കൽ ഫ്ലെയിം പോലെയുള്ള പാക്കേജസ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ഓപ്സ് വെച്ചിട്ട് കുറച്ചധികം ലോജിക് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യാം. ഞങ്ങൾക്ക് ഓക്കെ ആയത് നോർമൽ ഓപ്സ് വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് വി നീഡ് ടു ഫൈൻഡ് അവർ ഓൺ വേ. സോ ഒരു പാക്കേജിനെ ഡിപെൻഡ് ചെയ്യാണ്ട് ബിൽഡ് ചെയ്യണം. ഇനി അത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഞങ്ങളുടെ സ്പ്രൈറ്റ്സ് അസറ്റ് ഫോൾഡറിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഓരോ സ്പ്രൈറ്റിനും അതിന്റെ ഓർഡർ അനുസരിച്ചാണ് നെയിമിംഗ് കൊടുത്തത്. ബിക്കോസ് വി മസ്റ്റ് ഡു ഇറ്റ് പ്രൊഫഷണലി. ഇനി പ്രോഗ്രാമാറ്റിക്കലി പറഞ്ഞാൽ ഒരു ലിസ്റ്റിൽ ഓരോ സ്പ്രൈറ്റ്സ് ഇമേജിന്റെ പാത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ടൈം ഡ്യൂറേഷൻ കൂടി സെറ്റ് ചെയ്താൽ ഒരു മൂവ്മെന്റ് ഫ്രെയിം സെറ്റ് ആവും. ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടൈം ഡ്യൂറേഷനിൽ ഓരോ സ്പ്രൈറ്റ് ആയിട്ട് ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിവിടെ ടൈം ഡ്യൂറേഷൻ വെച്ചത് 400 to 600 മില്ലി സെക്കൻഡ് ആണ്. സോ ഈ റേഞ്ച് ഓഫ് ടൈമിൽ ഓരോ സ്പ്രൈറ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ബേസിക് ആയിട്ട് ഒരു ആനിമേഷൻ ഞങ്ങൾ ചെയ്തത്. ഇനി ഇതിനെ ഒരു ബട്ടൺ കൺട്രോളിലാണ് റൺ ചെയ്യുന്നത്. യൂസർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം റൺ ആവും. അപ്പോൾ സ്ക്രീനിൽ അതൊരു ക്യാരക്ടർ മൂവ് ചെയ്യുന്ന പോലെ വരും. ആനിമേഷനാണ് ഗെയിം ഡെവലപ്മെന്റിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. ഇനി ഇതിന്റെ മുഴുവൻ ആനിമേഷൻ ചെയ്യണം. മീൻസ് ഒരു യൂസർ എൻട്രി വഴി അകത്തേക്ക് കയറി അവിടുന്ന് ഇറങ്ങുന്നത് വരെയുള്ള ആനിമേഷൻ ചെയ്യണം. അതിന്റെ കഥ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.